and release challenge. Guys, ഇനിയാണ് ശരിക്കും പോസ്. നമ്മളൊരു ചലഞ്ച് ചെയ്യുന്നത് എന്താണെന്നറിയണ്ടേ? പോസ് ആൻഡ് റിലീസ് ചലഞ്ച്. ഈ ഗെയിം എങ്ങനെയാണ് അറിയേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഒരു ലോട്ട് എടുക്കും, അതിനകത്ത് ഒരാൾ സെലക്ട് ചെയ്യും, എന്നിട്ട് ആ ആള് റിമോട്ട് എടുത്തിട്ട് പോസ് എന്ന് പറയും. ആ ആള് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് പോസ് എടുക്കാം, എന്നിട്ട് ആ അത് ഇഷ്ടമുള്ള ടൈമിനായിട്ട് റിലീസ് എന്ന് പറയാം. അങ്ങനെ ഒരുപാട് നേരം നിൽക്കുന്ന ആൾക്ക് പ്രൈസ് ഉണ്ട്. എന്താ അറിയണ്ടേ? 1000 rupees. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് നമുക്ക് ഈ ലോട്ട് സെലക്ട് ചെയ്താലോ? എനിക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റൂല. വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ആരും ഭക്ഷണം കഴിച്ചില്ല. ഇപ്പൊ കളി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. ഇപ്പൊ കളി സ്റ്റാർട്ട് ചെയ്ത് ഓടെ കയ്യിലാണ് ഉള്ളത്. ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എക്സ്പെക്ട് ചെയ്യാത്ത ടൈമിനായിരുന്നു അല്ലേ? ഇനി എൻ്റെ ഒരു ചാൻസ് കഴിഞ്ഞു. എനിക്ക് 2 ചാൻസ് ഉണ്ട്. ഇവര് ഇവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട്. നീ നമ്മള് വിളിച്ചില്ലല്ലോ. പിന്നെ നീ എൻ്റെ നിങ്ങളുടെ വീട്ടിലൊക്കെ മഴ ഉണ്ടോ? ഇവിടെ നല്ല മഴയും കാറ്റും. ഇപ്പൊ ഈ ഒരു 5 മിനിറ്റ് ആയി. ഇപ്പൊ ഭയങ്കര റെസ്റ്റ് ആണ് മഴക്ക്. ഇപ്പൊ ഈ ടൈമൊക്കെ നല്ല വെയിലാണ് വേണ്ടത്. ഇപ്പൊ മഴ കാറുകൊണ്ട് അത് വയനാട്ടിലത്തെ ഒരു ഫീൽസ് ഒക്കെയാണ് ഇവിടെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റാണ്. നിങ്ങൾ അവിടെ എങ്ങനെയാ കമന്റ് ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കി വെക്കുന്നോ? നല്ല കാറ്റ്. അങ്ങനെ എങ്ങനെയാ കമന്റിൽ അറിയിക്കണം. അപ്പൊ ഓളെങ്ങനെ എപ്പോഴാ പോസ് വെക്കാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാനങ്ങനെ ഒന്ന് പുറത്തൊക്കെ വെറുതെ ഇറങ്ങി നോക്കാം. അപ്പൊ നമ്മളെ മഴക്കാട് വീട് നിങ്ങൾ കണ്ടിട്ടോ? നിങ്ങളുടെ വീട്ടിലെങ്ങനെ മഴയൊക്കെ നല്ല രസമാണോ? മഴ പറഞ്ഞിട്ട് ഓളെ നീയാ പോസ് പോസ് പോസില്ലേ പോസ്. അതാ മഴ. നീയെ കറക്റ്റ് ടൈമിനാണ് റേവക്ക് കൊടുത്തത് കേട്ടോ. റേവ അനങ്ങണ്ടേ? കൊറേ നേരം ഹിബ കൊറേ നേരം അവിടെ നിൽക്കുന്നത്.
പൊസിഷൻ മാറിക്കല്ലോ ഇപ്പൊ. പോസാവാർ. ഓ ഞാൻ വിചാരിച്ചില്ലേ, സത്യം പറയാ നീയെ പോസ് ഓവർ വിളിക്കണ വിചാരിച്ചില്ലേനു കേട്ടോ. ഓ കൊറേ ഒരു അരമണിക്കൂറിന്റെ അടുത്തായില്ലേ റീബ നിക്കുന്നു. നോക്കട്ടെ 2 മിനിറ്റ് ഇവിടെ നിൽക്കുന്നത് കൈ അതവിടെ ചോത്തിട്ടുണ്ട്. ഓള് കൊറേ നേരം നിക്കണ്. പിന്നെ കൈ ഇങ്ങനെ പിടിച്ച് ഓള് ഇങ്ങനെ കെട്ടി പേടിയാവണം. അപ്പൊ ഞാൻ പോസാവാന്ന് വിളിച്ചതാ. പാവല്ലേ. എപ്പോഴാ അവള് വിളിക്കുന്നത് ചോദിച്ചാൽ ഞാൻ പതുക്കെ നടക്കണ്ട്. ഞാൻ കാലിങ്ങനെ വെക്കുമ്പോ കാലിന്റെ ഈച്ചയും ഉറുമ്പ് എല്ലാം കാലിമ കയറുക. സ്വതവ ഇവിടെ ഇങ്ങനെ മഴ ആയതുകൊണ്ട് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈച്ചക്കാലം എന്നാണ് അർത്ഥം. ഇപ്പൊ പുതിയതായിട്ടില്ല മീനിങ് കണ്ടുപിടിച്ചത് മഴത്തിന്റെ. മഴക്കാലത്തിന്റെ അർത്ഥം നടയുമ്പോ വെള്ളം ഒറ്റ ദിവസക്കാലം. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇങ്ങനെ കുറെ നേരം ഉൾക്കാനൊക്കെ പുറത്തൊക്കെ ചാറിയിട്ട് ഇപ്പൊ നിന്നിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ നടന്നൊക്കെ ഇവിടെ വന്നിട്ട് രാത്തല്ല ഇവിടെ ഉള്ളത്. നമ്മുടെ കനാല് നല്ല ക്ലിയർ ആയിരുന്നു. ഇപ്പം മഴ പെയ്തതിനു ശേഷം ഭയങ്കര ചളിവെള്ളം എങ്ങനെ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര. അപ്പൊ അവിടെ മരം വീണിട്ടുമുണ്ട്. അതാണ് അവിടെ മരം വീണിട്ടുണ്ട്. അങ്ങനെയാണ്. നിങ്ങൾ ആദ്യം നല്ല വെള്ളമായിരുന്നു. അത് നമ്മൾ കുറെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ചളിവെള്ളം നിൽക്കാത്ത മഴയും നമുക്ക് നേരെ അവിടെ തന്നെ പോവാം. Oh my god. Reba? ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോസാണ്. ലാസ്റ്റ് പോസാണ്. റേവ കണ്ണടിച്ചിട്ടേനു. അങ്ങനത്തെ നിക്കണേ. ഫൈനൽ പോസ്. അപ്പൊ നമുക്ക് പോവാ രനിയ. ഓക്കെ ബൈ ബൈ. ഇപ്പൊ അവിടെ നായ്ക്കളൊക്കെ വരും. അപ്പൊ ബൈ. ഓക്കെ പോവാം. അവിടെ നിന്ന് നീ നമുക്ക് പോവാം. ഫൈനലാണ്. ഞാൻ ഓക്കാന് കൊടുക്കേണ്ടത് പേടിയാവണം. അപ്പോൾ മാക്സിമം ഇത് യൂസ് ചെയ്യണം. ഓളെ നല്ലോണം യൂസ് ചെയ്യുക. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അല്ലേ. കുറെ നേരം നശിപ്പിച്ചോളാം. അപ്പോൾ കുറേ ഒരു 15 മിനിറ്റ് കയ്യിൽ അവിടെ നിൽക്കുന്നു. പാവം ഒരാളത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. നായൊക്കെ വന്നാൽ എന്താ ചെയ്യാന്നറിയില്ല. ഞാൻ തോക്കാണ്. ഓളാണ് ഇങ്ങനെ നശിപ്പിക്കുക.
എന്തായാലും ഇത് പറയുന്ന ഒരു അരമണിക്കൂറായിട്ടുണ്ട് നിർത്തിയിട്ട് സാവന മഴ പെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നീ എനിക്ക് എന്തായാലും പണി കിട്ടും. റിലീസ് വെച്ചിട്ട് ഒറ്റ ഓട്ടം ഓടിക്കുക, ഒന്നും നോക്കണ്ട. ഓടെ നിനക്ക് ഇതെല്ലാം കിട്ടും. ഞാൻ ഇവിടുന്ന് പോസ് ഓവർന്ന് വെച്ചാലോ? ആ വിളിച്ചോ വിളിച്ചോ. നമുക്ക് റിയാക്ഷൻ നോക്കാം, എനിക്ക് ഓടും ചെയ്യാം. ഓടെ ചളിയലുണ്ട്. പോസ് ഓവർ. യാ അല്ലാ. ഓക്കെ ഗൈസ്, ഓളെ റിയാക്ഷൻ. ഗൈസ്, അപ്പോ റൈബ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ചെറുതാക്കിട്ടേ ചെയ്തിട്ടുള്ളൂ, വലുതായിട്ടൊന്നും ഞാൻ ചെയ്തില്ല. ഓളിങ്ങനെ ചെറുതാക്കി തന്നെ ചെയ്താൽ മതി. മാത്രമേ ചെയ്യാത്തുള്ളൂ. അവിടെ നിർത്തിച്ചിട്ട് പോയിട്ട് ഫുൾ മഴ ഞാൻ കൊണ്ടുവരും. പിന്നെ നമ്മളിവിടെ നിൽക്കണ മഴ വായന്റെ ഹോട്ടലായിരുന്നു. എനിക്ക് തരൂ, ഞാൻ ചോദിക്കാം. ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല തല്ലയക്കുന്നു കേട്ടോ. ഇനി റീബന്റെ ചാൻസ് ആണ്. റീബ ഇപ്പൊ സക്സസ്ഫുള്ളി സോപ്പിടാണ് കേട്ടോ. ഉമ്മ കൊറേ ആയിട്ടോ പറഞ്ഞു, ചീത്ത അറിയുന്നത്. മഴ നല്ല മഴ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വാർപ്പിന്റെ മേളില് ബാൽക്കണി പോവാം. എന്നാലേ കുളിച്ചോ റീബ, ഈ റീബന്റെ ചാൻസ് അല്ലേ? ചാൻസ് ആണ് ഇവിടെ നോക്കിയാൽ നമ്മൾ നോക്കിയിട്ടൊന്നും നടന്ന മുതൽ എല്ലാം ആണ്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര കാറ്റാട്ടോ. ഈ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങാൻ തോന്നും. അത്രയ്ക്കും നല്ല സോഫ്റ്റ് കാറ്റാണ്. യെസ്, അങ്ങനെ നമ്മൾ ഇവിടെ മറ്റേ സ്റ്റാച്ചുവായി പോയതാണ്. എന്ത് പറ്റി മൈ ഗേൾ? ഓ മൈ ഗോഡ്. റീബ പരിപാടി ഞാൻ ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് സ്കെച്ച് എടുത്തിട്ട് ഇത്രയ്ക്ക് വേണ്ട. ഞാൻ നീനോട് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കൊടുത്തോണ്ടി. ലിപ്സ്റ്റിക് ഇട്ട പോയായിരിക്കും. നോ എക്സ്പ്രഷൻ. ഓക്കെ, അങ്ങനെ തന്നെ നിക്കണേ. ബ്ലാക്കിൽ ബ്രൗൺ എടുക്കണം. ബ്ലാക്ക് ഇട്ടോ? ബ്ലാക്കിൽ ആവശ്യത്തിന് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ബ്ലാക്ക് എടുക്കാം. ഞാനോട് അപ്പോഴേ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും കൊടുത്തോ. ഓക്കെ, എന്റെ ചെറിയ ബ്ലാക്ക് എടുക്കുന്നത്. അതാണ് ഇത് കളിക്കാൻ സുഖം. പേടിക്കേണ്ട കഴിച്ചു. ഡോർ ഇടുന്നതാണ്. മിയ, നീക്ക് നമ്മൾ തഹാനിയ വലിയൊരു പേരിടണേ. റീബ, എന്താ പേരിടുന്നേ? ചിഞ്ചൂട്ടൻ. കുറെ കാലത്ത് ആഗ്രഹം ഒരു ബ്രൈഡിനെ ഒരുക്കണം എന്നുള്ളത്. അത് നമുക്ക് ഇവിടെ സാധിക്കാം. അപ്പൊ പാവലിച്ച കൈയൊക്കെ ഇങ്ങനെ ജസ്റ്റ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്ലഷ്, നമ്മളിപ്പോ ലിപ്സ്റ്റിക്കും മീശയും വരച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മീശ ഒരു മീശയുള്ള ഒരു പെണ്ണായിക്കോട്ടെ മീശയാണ്. നമ്മൾ ബ്ലഷ് ഇട്ടിട്ടാം നല്ല കണ്ടത് ആണി നമ്മൾ മാറ്റുന്നത് താടി കൊണ്ടു. നല്ല നല്ല സുന്ദരമായിട്ടുള്ള നമ്മൾ കണ്ണിന് പിങ്ക് കളർ ആക്കാൻ കൊടുക്കുന്നത്. ഇത് നമ്മള് ഇപ്പൊ നമ്മള് ഈ ഒരു പെട്ടി എടുക്കുന്ന സാധനം വെക്കാണ്. പിന്നെ ഇതേപോലെ നമ്മളെ ഈ ഫുഡ് കണ്ടില്ല, നമ്മുടെ മൂക്കുമലും പലത്ത് വെക്കുന്നത് കുറെ സ്കിൻ്റെ കളറാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ജസ്റ്റ് ഷെയ്ഡ് വെക്കണം. ക്യാഷ് പറയുമ്പോൾ നമ്മൾ മീശ അരച്ചോ? മീശ അരച്ചില്ലേ? ഇത് മതിയൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ മേളിൽ നമ്മൾ കുട്ടമീനാണ് തുടങ്ങാൻ. ഞാനൊരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. എന്തിനാ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? നമ്മളൊരു ഒത്തു പാടല്ലേ
ഞാൻ ഇത് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യൻസും കൂടി കൂടിയൊരു ഓക്കെ നമ്മൾ വിചാരിക്കുന്ന ഈ ഒരു പൊട്ട ഞാനങ്ങനെ നോക്കിക്കൊടുക്കൂല അങ്ങനെ പൊട്ട വെച്ചാൽ കാണാൻ ഭയങ്കര മോശമായിരിക്കും. അതുകൊണ്ട് നമ്മള് ഇതിന് മേലെ ഒരു റെഡും കൂടി വെച്ചിട്ട് നല്ല കോമ്പിനേഷൻ. റെഡ് കാണില്ല കേട്ടോ, റെഡൊരു കാണില്ല. ബ്ലൂ വെച്ചിട്ടാണ് റേവ നമ്മൾ പോയാൽ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കാണൂലേ? അതിന് വേണ്ടി തന്നെയാണ് രണ്ടിട്ട് ഇവിടെ നിന്ന് നമുക്ക് ആരും ചായ കുടിച്ച് നല്ല ഇഷ്ടപ്പെട്ട നല്ല ബർഗറും പിസി ഐസ്ക്രീം ഒക്കെ വെച്ചിട്ട് ഈ തണുപ്പത്ത് ഐസ്ക്രീം ഒക്കെ വെച്ചിട്ട് എന്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഐസ്ക്രീം കാണാം. നമ്മളങ്ങനെ കോലം പോലെ പറയും ഒരു കോലം ഇവിടെ വെക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പിന്നെ നമ്മളൊരു പെർപ്പിൾ ലൈറ്റ് കളർ വെച്ചിട്ട് ഇവിടെ നമ്മളൊരു സാധനം വെക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ റെഡാണ് തോന്നുന്നില്ലേ? റെഡ് കളറാണത്. സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ, എന്താ എനിക്കറിയില്ല. അറിയാ സിന്ദൂരം. കുറച്ച് ലൈറ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഇതാണ് അവിടെ നമ്മൾ പിങ്ക് കളറൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ കൺമശ്ശേരിയിൽ അലിഞ്ഞർ ചെയ്തില്ല. ഞാൻ ഇതിന്റെ ബ്ലാക്ക് എന്റെ എടുക്കാതെ ഇതിന്റെ ബ്ലാക്ക് കുറച്ച് കട്ടിയുണ്ട്. നല്ല എനിക്ക് ഏതൊരു സോഫ്റ്റ് കിട്ടും. ഇതാണ് നമുക്ക് കാരണം രണ്ട് പതുക്കെ അടിച്ചെടുക്കാം. ഓരോ ചെറുതായിട്ട് ചേച്ചെടുക്കും, നേരെ കാണും മഞ്ഞ് പോകും. ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കുക എന്റെ കുഞ്ഞു ബ്രൈഡിനെ. എന്റെ സ്വപ്ന ഈ ഒരു ബ്രൈഡിനെ എടുക്കാന്നുള്ളത് വളരെ സന്തോഷം. നിങ്ങൾ ഇങ്ങനത്തെ ബ്രൈഡ്സിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് പറയും ഇങ്ങനത്തെ ഒരു ബ്രൈഡിനെ വേണം. ഞാൻ നാളെ വന്നിട്ട് സൗന്ദര്യകരമായിട്ട് നന്നാക്കി തന്നാണ്. നമുക്ക് ഇതിന്റെ ഫൈനലിൽ കൊന്നെടുക്കാം. തേടും ഞാനൊരു പൂവിൻ മുട്ട് നീ വന്നിരിക്കാമോ എന്റെ കോമളമുഖത്ത്. ഇപ്പൊ നമ്മള് പാവല്ലേ, കൊറേ ടൈമായോ, ഒരു മണിക്കൂറല്ല ഒരു 10-20 മിനിറ്റ് ഒക്കെ ആയി. പാവുണ്ടാവും നമുക്ക് റിലീസ് എടുക്കാം. ആക്കണോ? 2 രൂപ കിടന്നോ? അതിന് കയ്യൊക്കെ നമുക്ക് പാവണ്ട, കയ്യൊക്കെ വേണം. നാട്ടുകാരാണോ മുഖം കാണാനൊക്കെ? കൂടെ ആരെങ്കിലും വരെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് അവിടെ ആൾക്കാരുണ്ട് കേസ്. നീ ശ്രദ്ധിച്ചു, അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടുത്തെ പരിപാടി കേസ്. നമുക്ക് ഇവിടെ ഇങ്ങനെ മുഖം ഇങ്ങനെ തിരിച്ച് കൂടി പോയി റിലീക്സ് റിലീക്സ്. നീ ആ ഫേസ് കണ്ടില്ലല്ലോ, നമുക്ക് കാണാം. അങ്ങനെ പിന്നെ സർക്കാർ നമ്മൾ എന്നെ അറിയിക്കാനുള്ള കണ്ടു മനസ്സിലാക്കി. കഴിഞ്ഞോ? വേഗം നമുക്ക് അത് ഷൂട്ട് ചെയ്യണ്ടേ? പിന്നെ നോക്കട്ടെ ഫേസ് ക്ലിയർ കണ്ണിലും അതോട് പെട്ടെന്ന് ചെയ്തതാണ്. ശരിക്കും വീട്ടിൽ പണികളൊന്നും പോക്കരുത് എന്നാവശ്യം. അങ്ങനെ വെക്കാൻ പാടുണ്ടോ? പാവം കെട്ടിയാണ് എന്റെ പാവം. അവൻ കുട്ടിമാരോട് പറയുള്ളൂ, ബാക്കി ഞാനെന്നെ സഹായിക്കണം. എന്താ തീരുമാനമായി. തീരുമാനം വേണ്ട.
ഇത് റേബന്റെ സെക്കൻഡ് ചാൻസ് ആട്ടോ. ഡാൻസ് ആണെന്ന് കാണാൻ പോകുന്നത്. ബലം പിടിക്കരുത്. പോകുന്നു. എനിക്ക് 1000 rupees ആണോ വലുത്, അല്ലെങ്കിൽ എന്റെ ജീവനാണോ? എനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ ഇളകിക്കോ. ഇനി ഇതൊന്നും കേട്ടോ, ഇനി അടുത്ത വലിയ റൗണ്ട് നമ്മളെ തേങ്ങ തുറക്കാൻ കേട്ടോ. ഒന്നും കൂടി കൊടുത്തു നോക്ക്. കളിപ്പിച്ച് പക്ഷെ അത്ര നാവിലേക്ക് വരുന്ന നീയ ഫേസ് കണ്ടേ? ഞാൻ കളിച്ചത് ഇത്രയും നേരം എന്നെ എത്ര ചെയ്ത് ഇങ്ങനെ വരച്ച് ഇതിനൊരു സമ്മാനം കൊടുക്കണ്ടേ? നോക്കട്ടെ, സ്നിക്കേഴ്സ് ഞാൻ പരിപ്പം തരാം.
നമ്മള് ഗെയിമിൽ ജയിച്ച് പൈസ സമ്മാൻ സമ്മാൻ വേണ്ട സമയമില്ല പ്രൈസ് വേണ്ടേ? വേണ്ട അപ്പൊ നമുക്ക് താഴ്ത്തുനിന്ന് തരാം. ഇനിയാണ് ശരിക്കത്തെ ട്വിസ്റ്റ്. പോസ്. രണ്ടെണ്ണം വരുന്നുള്ളൂ കേട്ടോ. ഇനിയാണ് ശരിക്കത്തെ ഗെയിം. അപ്പൊ ഗൈസ് നമ്മളിതാ അവരെ രണ്ടാളെയും പോസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവർക്കുള്ള പ്രൈസ് കൊടുത്താലോ? ഓക്കെ, നമ്മൾ തഹാനിയക്കും റേബക്കും നമുക്കുള്ള പ്രൈസ് ഇപ്പൊ കൊടുക്കട്ടോ. രണ്ടാമത് നല്ല സൗന്ദര്യബോധം കൂടുതലുള്ള ആൾക്കാരായിട്ട് നമുക്കൊരു മേക്കപ്പ് കൊടുക്കാം. ഫസ്റ്റ് ഇരുപത്താ തന്നെ ചെയ്യാം. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. Just looking like a wow. So beautiful, so elegant, just looking like a wow. അത് കുറെ പണി കിട്ടിയാണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത സമ്മാനം എടുത്തിട്ട് വരാം കേട്ടോ. അടുത്ത പണി കൊടുക്കട്ടോ. ആയിട്ടോ അവരിങ്ങനെ നിൽക്കുന്നത് നല്ല ചൂടെടുക്കുന്നുണ്ടാവും. അപ്പം നമുക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസ് ക്യൂബ് ഇട്ടെടുക്കാം. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയെങ്കിലും ഔട്ടാക്കാന്നുള്ളതാട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി ഐസ് ക്യൂബോ വേറെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതുവരെ അനങ്ങിയിട്ടില്ല. ഞാനൊരു സാധനം വെച്ചെടുക്കാം. ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ അവർക്ക്. ഒരു ബോഡി ഒന്നും ഞാൻ ഓക്കെ റൈബ് ഔട്ടായി. റൈബ് ഔട്ടായിട്ടോ. അവൾ പിള്ളേരെ അടങ്ങി. അടുത്ത നീക്കത്തെ നമുക്കൊന്ന് പരീക്ഷിച്ചേക്കാം. ഓക്കെ, നീയും റൈവേ നമ്മൾ സക്സസ്ഫുള്ളി ഔട്ടാക്കി. അപ്പൊ ഈ ഗെയിമിലെ വിന്നർ അപ്പൊ ഗെയിംസ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളിവിടെ ഔട്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങൾക്കുള്ള സമ്മാനം പറയട്ടെ. ഇവിടെ രണ്ടാളും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം. ഇനി റൈവാനിയാ ഇവിടെ രണ്ടാളും കൂടി ക്ലീൻ ചെയ്യാം. അതാ നിങ്ങൾക്കുള്ള സമ്മാനം. അവിടെ കയറി Thanks for